വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് പൊട്ടറ്റോ കറി കേട്ടോ. പൊട്ടറ്റോ കറി നമുക്ക് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ചിക്കൻ കറി കഴിച്ചതുപോലെ തോന്നുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാം. അടിപൊളി യമ്മി ടേസ്റ്റി പൊട്ടറ്റോ കറി കേട്ടോ. അപ്പോൾ ഇതൊന്ന് എല്ലാ കൂട്ടുകാരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും മിസ്സാവാതെ പോവുള്ളൂ കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാ കൂട്ടുകാരും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിച്ച ശേഷം എന്ത് ചെയ്യണം? എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാ കൂട്ടുകാരും ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. യമ്മി റെസിപ്പി, പെർഫെക്റ്റ് റെസിപ്പി, 100% റിസൾട്ട് നൽകുന്ന യമ്മി റെസിപ്പി പൊട്ടറ്റോ കറി, ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ പരമാവധി എല്ലാവരും എന്ത് ചെയ്യണം? ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരു ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് പൊട്ടറ്റോ കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. അടിപൊളി യമ്മി റെസിപ്പി പൊട്ടറ്റോ കറി കേട്ടോ. നമ്മുടെ ചിക്കൻ കറി കഴിച്ചതുപോലെ തോന്നുന്ന അടിപൊളി യമ്മി ടേസ്റ്റിലായിട്ട് ഉണ്ടാക്കാനായി പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമ്മുടെ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളം മാത്രം ഏഡ് ചെയ്തങ്ങായിട്ട് പാകത്തിന് ഉപ്പിട്ടു. എന്നിട്ട് വിസിൽ വരുന്നുണ്ട് കേട്ടോ. സൈസിലുള്ള തക്കാളി കേട്ടോ. നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ നമ്മുടെ പൊട്ടറ്റോ കറി റെഡിയാക്കി എടുക്കാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് മീഡിയം സൈസിലുള്ള സബോള കുഞ്ഞായിരുന്നു ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചെടുക്കാം. എന്നിട്ട് കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കറിമസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇടണം. പിന്നെ നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ, റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കോരിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തീ നല്ലതുപോലെ അങ്ങോട്ട് കുറച്ച് വെച്ച് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ കേട്ടോ, റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി യമ്മി റെസിപ്പി നമ്മുടെ പൊട്ടറ്റോ കറി, നമ്മുടെ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ കേട്ടോ. ചീഞ്ചട്ടി നല്ലതുപോലെ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മീഡിയം സൈസിലുള്ള സബോള കേട്ടോ. സബോള കുനുകുനാ അരിഞ്ഞതാ തട്ടിക്കൊടുത്തു. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാകത്തിന് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ സബോള വാടിയിട്ട് കേട്ടോ. നല്ലതുപോലെ സബോള വേവണം. അതുവരെ നമുക്ക് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ നിറമാകുന്നതിനെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സബോള വെന്തില്ലെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ തീർച്ചയായും നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് തക്കാളി കുട്ടൻ കേട്ടോ. നല്ല പഴുത്ത തക്കാളി, മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സബോള നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് തട്ടിക്കിടക്കാം കേട്ടോ. നല്ലപോലെ ബ്രൗൺ നിറമാകുന്നവരെ ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മീഡിയം സൈസുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതങ്ങോട്ട് തട്ടി കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഉടഞ്ഞു ചേരുന്നവരെ ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി വെക്കണം കേട്ടോ. വെളിച്ചെണ്ണ നല്ലതുപോലെ അങ്ങോട്ട് തെളിഞ്ഞ് വരണം. അതുവരെ നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു ചേരണം കേട്ടോ. അതുവരെ നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. അടിപൊളി യമ്മി ടേസ്റ്റി പൊട്ടാറ്റോ കറി കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലാട്ടോ ഇത് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായും. എന്നിട്ട് എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അടിപൊളി യമ്മി ടേസ്റ്റി പൊട്ടാറ്റോ കറി കേട്ടോ. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലാട്ടോ ഇത് കിട്ടുന്നത്. നിങ്ങൾ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളിയാട്ടോ. അപ്പോൾ നമുക്ക് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്ത ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പരമാവധി ഒന്ന് ശ്രമിക്കണം കേട്ടോ. എന്നാലാണ് എൻ്റെ ചാനൽ ഒന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ വയറ്റെടുത്ത് സെറ്റാക്കി വെച്ച ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അടിപൊളി യമ്മി ടേസ്റ്റി പൊട്ടാറ്റോ കറിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലാട്ടോ കിട്ടുന്നത്. അപ്പോൾ നല്ലപോലെ അങ്ങോട്ട് വയറ്റെടുത്ത് സെറ്റാക്കി വെച്ച ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെച്ചിട്ടുണ്ടായിരുന്നില്ലേ റോസ്റ്റാക്കിയിട്ട് നമ്മൾ ഈ പൊടികളൊക്കെ അതങ്ങോട്ട് തട്ടിക്കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി വെക്കണം കേട്ടോ. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചട്ടകവുമായിട്ടോ ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി വെച്ച ശേഷം നമുക്കതിലേക്ക് പൊട്ടാറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതങ്ങോട്ട് തട്ടിക്കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം, ഉരുളങ്കിഴങ്ങ് 1-2 ഉരുളങ്കിഴങ്ങ് ഒന്ന് ഉടച്ചങ്ങോട്ട് ചേർക്കണം കേട്ടോ. അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ കറി കഴിച്ചതുപോലെ തോന്നും കേട്ടോ. അതുപോലത്തെ ടേസ്റ്റിലാണ് നമ്മുടെ ഈ പൊട്ടാറ്റോ കറി റെഡിയായി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിച്ച് ഞാനിവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അതിവിടെയല്ല, എൻ്റെ ചാനൽ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതാ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുനുകുന അരിഞ്ഞങ്ങോട്ട് മല്ലിച്ചപ്പ് അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് സെറ്റാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഗ്രേവിയൊക്കെ നമ്മുടെ ഉരുളങ്കിഴങ്ങ് കറി അങ്ങോട്ട് സെറ്റായി ഗ്രേവിയൊക്കെ സെറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ മല്ലിച്ചപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടിപൊളി യമ്മി ടേസ്റ്റിലാട്ടോ ഇത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ വെള്ളയപ്പത്തിൻ്റെ ഒടപ്പാട്ടോ ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് വിചാരിച്ചത് കേട്ടോ. അതേപോലെ തന്നെ യമ്മി ടേസ്റ്റിൽ കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാ കൂട്ടുകാരും ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഞാൻ വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി യമ്മി ടേസ്റ്റി പൊട്ടാറ്റോ കറി കേട്ടോ. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലാട്ടോ കിട്ടിയത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. കൂടാതെ ലൈക്ക് ചെയ്യണം. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രമാണ് കേട്ടോ എൻ്റെ ചാനൽ ഉഷാറായി വരുള്ളൂ. അപ്പോൾ പുതിയ അപ്ഡേഷനൊക്കെ വന്നതായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായി ഉണ്ടെങ്കിൽ മാത്രമാണ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയിലൂടെ ആട്ടോ എൻ്റെ ചാനൽ ഉഷാറായി വരുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്താണെന്നറിയോ, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.